തൃശൂർ കോൺഗ്രസിനുള്ളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ലക്ഷ്യമിട്ടെന്ന ആരോപണം. മറ്റത്തൂരിലെ BJP ബന്ധത്തിനും മേയർ വിവാദത്തിനും പിന്നിൽ DCC മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂരാണെന്ന് KC ഗ്രൂപ്പ് അനുകൂലികൾ പറയുന്നു. മറ്റത്തൂരിൽ BJPയുമായി ബന്ധം സ്ഥാപിച്ച TN ചന്ദ്രൻ ജോസ് വള്ളൂർ അനുകൂലിയെന്ന് കോൺഗ്രസ് വിമതൻ KR ഔസേപ്പ് ആരോപിച്ചു. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നുമായിരുന്നു ജോസഫ് ടാജറ്റിന്റെ പ്രതികരണം. തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കൗൺസിലർ ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾ. മറ്റത്തൂരിലെ BJP സഖ്യം വിവാദമായതോടെ DCC മുൻ ജനറൽ സെക്രട്ടറി TN ചന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനം. ചൊവ്വന്നൂരിൽ SDPI പിന്തുണയിൽ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിഷേധാത്മക സമീപനം. ഒന്നിടവിടാതെ തുടർച്ചയായ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങൾ ഉന്നം വെച്ചത് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെയാണെന്നാണ് തൃശൂരിലെ KC ഗ്രൂപ്പ് അനുകൂലികളുടെ ആരോപണം. ഇത് ശരിവെക്കുകയാണ് മറ്റത്തൂരിലെ കോൺഗ്രസ് വിമതൻ KR ഔസേപ്പ്. ഈ TM ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വരുതിയിൽ കൂടെ പോകുന്ന ഒരാളല്ല. DCC നേതൃത്വത്തിന് അദ്ദേഹം ഇപ്പൊ ശാന്ത എതിർക്കണതിന്റെ കാരണം വെച്ചാൽ ആള് വേറൊരു ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഈ TM ചന്ദ്രന്റെ ഗ്രൂപ്പ് അല്ല ഇപ്പോഴത്തെ നേതൃത്വം. മുൻപ് വള്ളൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇടപെടലുകൾ നടത്താനോ അല്ലെങ്കിൽ ഒരു സ്വാധീനോ ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. ജോസഫ് ടാജറ്റിനെ ലക്ഷ്യമിട്ട് ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായും തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ ഗ്രൂപ്പ് പോര് കാരണമാണെന്നുമാണ് KC അനുകൂലികളുടെ വാദം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സീറ്റുമോഹികളായ നേതാക്കൾ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒല്ലൂർ, പുതുക്കാട് മണ്ഡലങ്ങളിൽ ടാജറ്റ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളത് മുന്നിൽ കണ്ടാണ് നീക്കമെന്നും ഇവർ പറയുന്നു. മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനു പിന്നിലെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ജോസഫ് ടാജറ്റോ KC അനുകൂലികളോ തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊന്നും പറയാനില്ല. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, പാർട്ടി ഈ ജില്ലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ പക്ഷവും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.